വഴി നിറച്ചും ചെമ്മരിയാടാ. കണ്ടോ ദൂരം ചെമ്മരിയാടാ നോക്കി. ആ ക്യാമറ ഉണ്ടല്ലോ കൂടെ, ഒട്ടകം ഉണ്ട് കൂടെ. ഒട്ടകം ഒട്ടകം കണ്ടില്ലേ? ഒട്ടകം ഉണ്ട് കൂടെ. എവിടെ കൊണ്ടുപോകുന്നു പോലും ഒട്ടകത്തിനൊക്കെ. അവിടെ നിന്ന് ഇങ്ങോട്ട് ചെമ്മരിയാട് ഇടുമ്പോൾ ഇവിടുന്ന് നോർമലാണ് ഗോട്ട്. വണ്ടി കടയിൽ കയറുമോ ഉണ്ടതേ നിറച്ച്. നമ്മൾ മധ്യപ്രദേശിലെ ഏതോ ഒരു ഗ്രാമത്തിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുക. സ്ഥലത്തിൻ്റെ പേരെനിക്കറിയില്ല, പക്ക ഗ്രാമം. നിറച്ച് കൃഷിയിടങ്ങളൊക്കെ ആയിട്ട് കാണാൻ നല്ല ഭംഗിയാണ്. വിൻമില്ലുണ്ട്, കാണാൻ നല്ല ഭംഗിയുള്ളൊരു ഗ്രാമം. എല്ലാ വീടുകളും ട്രാക്ടറൊക്കെ ഉണ്ട്. അകലെ വിൻമില്ല് ഉണ്ടോ? വിൻമില്ല് എത്ര ഇടം? 1, 2 കുറേ വിൻമില്ലും. ഈ സൈഡിലൊക്കെ വീടുകളാണ്. ഡൽഹി മുംബൈ എക്സ്പ്രസ് വേയിൽ കടക്കുക. NE4 ഇതിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടില്ല, ഇപ്പോഴും പണി നടന്നുകൊണ്ടിരിക്കുക. ഇത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ വളരെ ഫാസ്റ്റായിട്ട് ഡൽഹിയിൽ നിന്ന് മുംബൈയിലേക്ക് നമുക്ക് ട്രാവൽ ചെയ്യാവുന്നതാണ്. ഒത്തിരി ചുരുങ്ങിയ സമയം കൊണ്ട്. ഭയങ്കര നല്ല എക്സ്പ്രസ് വേയാണത്. നമ്മൾ ഡൽഹിയിൽ നിന്ന് കേരളത്തിലേക്ക് വന്നപ്പം ഈ സെയിം റൂട്ട് തന്നെയാണ് നമ്മൾ പ്രാവശ്യം വന്നത്. തിരിച്ചു പോകുന്നതും ഈ റൂട്ട് തന്നെയാണ്. ടോള് കടന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനകത്ത് എൻ്റർ ആയി. നമ്മളിവിടെ കാണാവുന്നതാണ് വെൽക്കം ടു ഡൽഹി വഡോദര മുംബൈ എക്സ്പ്രസ് വേ. ഇതിൻ്റെ പണി കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ, കംപ്ലീറ്റ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഉപകാരപ്പെട്ട ഒരു എക്സ്പ്രസ് വേ ആണിത്. പിന്നെ പണി കംപ്ലീറ്റ് ആയിട്ടില്ല, അത് കാരണം ഇച്ചിരി കൺവീനിയൻസ് ഒക്കെ കുറവായിരിക്കും. പബ്ലിക് കൺവീനിയൻസ് കുറവായിരിക്കും, പെട്രോൾ സ്റ്റേഷൻസ് കുറവായിരിക്കും, അതുപോലെ ഫുഡ് കോർട്ട്സ് കുറവായിരിക്കും. പക്ഷേ ഒരു 3-4 വർഷത്തോടെ എനിക്ക് തോന്നുന്നു കംപ്ലീറ്റ് ആവുമെന്ന് തോന്നുന്നു ഇതിൻ്റെ വർക്കെല്ലാം. എത്ര ലൈനാന്ന് നോക്കി. 1 2 3 4 5 1 2 3 4 ലൈനാണ്. 4 4 8 ലൈനാണത്. രാവിലെ എക്സ്പ്രസ് വേ നോക്കി, അടിപൊളി എക്സ്പ്രസ് വേ. പക്ഷേ ഫുഡ് കഴിക്കുന്ന അടുത്തുള്ള ഫുഡിൽ നിന്നും ഒരു ഓപ്ഷനും ഇല്ല. ഈ എക്സ്പ്രസ് വേ കയറി കഴിഞ്ഞാൽ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഓപ്ഷൻസേ ഉള്ളൂ. അത് ഈ എക്സ്പ്രസ് വേ വഴി പോകുന്നവർ ഒന്ന് ആലോചിച്ചിരിക്കുക. ഈ എക്സ്പ്രസ് വേ വഴി പോകാൻ പ്ലാൻ ചെയ്യുന്നവർ ഫുഡ് കുറച്ച് കയ്യിൽ കരുതാൻ നോക്കുക, അതായിരിക്കും ബെസ്റ്റ്. അല്ലെങ്കിൽ ഫുഡ് കുറച്ച് കിട്ടാൻ വളരെ പാടുപെടും. ഉണ്ടോ വഴി കിടക്കുന്നുണ്ടോ? അനന്തതയിലേക്കുള്ള വഴി, നീണ്ടു തുറന്ന് കിടക്കുന്ന വഴി ഉണ്ടോ? ഇതിലെ സ്പീഡ് ലിമിറ്റ് 120 ആണ്. നമ്മളൊരു 90-ൽ ക്രൂസ് വെച്ചിട്ടുണ്ട്. ഞാൻ സാധാരണ 90-100 കൂടുതൽ പോകാറില്ല. 90-ൽ
120 ആണ് സ്പീഡ് ലിമിറ്റ്. പക്ഷെ നമ്മൾ പോകുന്നത് വെറും 90-90ലാണ് ഞാൻ സാധാരണ ഡ്രൈവ് ചെയ്യാറ്. ഇവിടെ പബ്ലിക് കൺവീനിയൻസ് ഒക്കെ ആയി വരുന്നേ ഉള്ളൂ. അപ്പം ഡൽഹി മുംബൈ എക്സ്പ്രസ് വേ വഴി പോകാൻ പ്ലാൻ ചെയ്യുന്നവർ അതൊന്ന് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. ഫുഡിലുള്ള ഓപ്ഷൻ എന്തെങ്കിലും കൈ കരുതുക. ഫുഡും കുറച്ച് വെള്ളമൊക്കെ 2-3 വർഷം കൊണ്ട് എല്ലാം റെഡിയാവുന്നതാണ്. ഇത് ഭയങ്കര സീനറിയാണ്. സൈഡിൽ പാടങ്ങളും കാര്യങ്ങളും, കടുക് പാടങ്ങളൊക്കെയാണ് മൊത്തം സൈഡിൽ. പിന്നെ പലതരത്തിലുള്ള കൃഷികൾ. ഇതിപ്പോൾ 4 ലൈനാണ്. 4 ലൈൻ അങ്ങോട്ടും 4 ലൈൻ, അങ്ങനെ മൊത്തം 8 ലൈനാണ് ഡൽഹി മുംബൈ എക്സ്പ്രസ്. ഉണ്ടോ ഡൽഹി മുംബൈ എക്സ്പ്രസ് വേയുടെ നമ്മുടെ സൈഡിലൊക്കെ നടുക്ക് ബോഗൺവില്ലയൊക്കെ നല്ല രസമായിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ടോ ബോഗൺവില്ല വെച്ചാൽ രസമായിട്ട്. ചില സ്ഥലങ്ങളിൽ യെല്ലോ കളറാണ്, ചില സ്ഥലത്ത് റെഡ് കളർ. റോഡ് ഇങ്ങനെ കിടക്കുക, നോക്കത്താതെ വരെ അങ്ങ് ദൂരെ വരെ കിടക്കുക. പണി കംപ്ലീറ്റ് ആയിട്ടില്ല. ഇടയ്ക്ക് 3 പ്രാവശ്യം നമ്മളിൻ്റെ ഒന്ന് ഇറങ്ങണം, കയറി ഇറങ്ങണം. ഇടയ്ക്ക് പാലത്തിൻ്റെ പണിയൊക്കെ നടക്കുന്നുണ്ട്. നമ്മളിപ്പോഴും ഡൽഹി മുംബൈ എക്സ്പ്രസ് വേ തന്നെയാണ്. ഒരു ടീ ബ്രേക്ക് എടുക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. അമ്മേന്തേ നോക്കട്ടെ, അമ്മ നോക്കട്ടെ. ലവണി നമ്മളെ ഡൽഹി മുംബൈ എക്സ്പ്രസ് വേ നിന്ന് വഴി തിരിച്ചു വിട്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ രാജസ്ഥാൻ്റെ ആണോ മധ്യപ്രദേശിൻ്റെ ആണോ എന്നറിയില്ല, ഗ്രാമങ്ങളിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഇതിലൂടെ കുറേ സഞ്ചരിച്ച് കഴിയുമ്പോൾ പിന്നെയും തിരിച്ച് നമുക്ക് എക്സ്പ്രസ് വേ കയറാമെന്ന് വിചാരിക്കുന്നു. അല്ലെങ്കിൽ നമ്മൾ വീട്ടിലെത്താൻ ഒത്തിരി ലേറ്റ് ആവും. നോക്കാം. വഴിയും മോശം വഴിയാണ്. വഴി നല്ല വഴിയൊന്നുമല്ല അല്ലേ. എല്ലാം ഗ്രാമങ്ങളാണ്. വഴിക്ക് വലിയ വീതിയില്ല. അപ്പോൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു.